പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സായം സന്ധ്യയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി എൻ്റെ യേശു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി ഓൺലൈനിൽ കടന്നു വരുവാൻ ദൈവം എനിക്ക് നൽകിയ നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദിയോടെ ഈ തരുണത്തിൽ സ്തുതിക്കുന്നു. ദൈവം നൽകി തന്ന ഒരു ചിന്ത ഇതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവം തൻ്റെ മക്കളോട് കരുണ തോന്നുന്ന ഒരു ദൈവമാണ്, ദീർഘക്ഷമ കാണിക്കുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിനോട് നമ്മൾ ആവശ്യമുള്ളത് അപേക്ഷിച്ചാൽ, അർഹതപ്പെട്ടത് മാത്രം നമ്മൾ അപേക്ഷിച്ചാൽ തക്ക സമയത്ത് നമുക്ക് മറുപടി നൽകുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5:14 ഇപ്രകാരം പറയുന്നത്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ, നമ്മുടെ അപേക്ഷകളെ തള്ളുന്ന ഒരു ദൈവത്തെയല്ല നമ്മൾ ഈ കാലഘട്ടങ്ങളിൽ ആരാധിക്കുന്നത്. നമ്മുടെ സ്നേഹത്തോടെ, നമ്മുടെ പേറിയ വിശ്വാസത്തോടെ കർത്താവിലേക്ക് കൂടുതൽ അടുത്തു വന്ന് ആ കർത്താവിനോട് ചിലത് അപേക്ഷിച്ചാൽ നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തുന്ന ചില ദിനങ്ങളായിത്തീരും ഈ ദിനങ്ങൾ. നമുക്ക് വേണ്ടി നല്ലത് ചെയ്യുന്ന ചില ദിനങ്ങളായിത്തീരും ഈ ദിനങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ